Next topic is the choice of the specific electric loading, AC. അടുത്തത് സ്പെസിഫിക് ഇലക്ട്രിക് ലോഡിങ്, നമ്മുടെ എ സി എങ്ങനെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് നേരത്തെ പല പോയിൻറ്റുകളുണ്ട്. 1 by 1 we can consider. അപ്പോൾ the following factors have to be considered for the selection of specific electric loading, that is AC, ambient conductors per meter. ഒന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ റൈസ് ആണ്. A high value of AC leads to high temperature rise of windings. എ സി കൂടിക്കഴിഞ്ഞാൽ എന്താണ്, ആംബിയർ കൂടും. ആംബിയർ കണ്ടക്ടേഴ്സ് പെർ മീറ്റർ ആണല്ലോ നമ്മുടെ എ സി എന്ന് പറയുന്നത്. അപ്പോൾ എ സി കൂടുക എന്ന് പറഞ്ഞാൽ ആംബിയേഴ്സ് കൂടുക എന്നുള്ളതാണ്. ആംബിയേഴ്സ് കൂടുമ്പോൾ തീർച്ചയായും ടെമ്പറേച്ചർ റൈസ് ഉണ്ടാകും, കൂടുതൽ ടെമ്പറേച്ചർ റൈസ് ആകും. അപ്പോൾ ടെമ്പറേച്ചർ റൈസ് കൂടുതൽ ഉണ്ടാകുകയാണെന്നുള്ളത് എന്താണ് പ്രശ്നം? അതിൻ്റെ ഇൻസുലേഷൻ, മെഷീൻ ഡാമേജ് ആയിപ്പോവും. അപ്പോൾ അതിന് നല്ല ഇൻസുലേറ്റിംഗ് മെറ്റീരിയലാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എ സി കൂട്ടി ഉപയോഗിക്കാം. ഇൻസുലേറ്റിംഗ് മെറ്റീരിയലിനെ പലതായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് മെറ്റീരിയൽ സയൻസിൽ പഠിച്ചിട്ടുണ്ടോ എന്ന്. പണ്ട് ഡിസൈനിൻ്റെ ഭാഗമായിരുന്നു, മെഷീൻ ഡിസൈനിൻ്റെ ഭാഗമായിരുന്നു. YAEB FHC എന്നാണ് പല ഇത്. YAEB FHC. അപ്പോൾ ക്ലാസ് ഓഫ് ഇൻസുലേഷൻ ക്ലാസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. പഠിക്കണം അത്. അതുകൊണ്ടാണ് EMD പോർഷൻ എടുത്ത് മാറ്റിയത്. ക്ലാസ് Y, ക്ലാസ് A, ക്ലാസ് E, B, F, H, C. ഇത് ഏറ്റവും കുറഞ്ഞ ടെമ്പറേച്ചർ ഇത് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ക്ലാസ് Y ലോ ക്വാളിറ്റി ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ. ഇങ്ങോട്ട് കൂടുന്നതനുസരിച്ച് ടെമ്പറേച്ചർ കൂടും. വിത്ത്സ്റ്റാൻഡിങ് ടെമ്പറേച്ചർ റൈസ് അല്ലെങ്കിൽ വിത്ത്സ്റ്റാൻഡ് ചെയ്യാവുന്ന ടെമ്പറേച്ചർ. ക്ലാസ് Y എന്ന് പറയുന്നതാണ് ഏറ്റവും ഉയർന്ന ക്വാളിറ്റി ഉള്ളത്, അതായത് ഏറ്റവും കൂടുതൽ നമുക്ക് പിന്നെ ടെമ്പറേച്ചർ വിത്ത്സ്റ്റാൻഡ് ചെയ്യാവുന്ന മെറ്റീരിയലാണത്. അപ്പോൾ അങ്ങനെ ക്ലാസ് ഓഫ് ഇൻസുലേഷൻ. അപ്പോൾ അതിൻ്റെ ഓരോന്നിനും ടെമ്പറേച്ചർ റൈസ് ഉണ്ട്. അതൊരു ടേബിളായിട്ട് നമ്മൾ സാധാരണ മെഷീൻ ഡിസൈനിലൊക്കെ പഠിപ്പിക്കുന്നതാണ്. അപ്പം ക്ലാസ് വൈയുടെ നമുക്ക് നോക്കാം അതിനനുസരിച്ച്. അപ്പം കൂടുതൽ ടെമ്പറേച്ചർ വിത്ത്സ്റ്റാൻഡ് ചെയ്യണമെങ്കിൽ കൂടുതൽ ക്വാളിറ്റിയുള്ള ഹൈ ക്വാളിറ്റിയുള്ള പിന്നെ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ഉപയോഗിക്കണം. മെഷീൻസ് ഇൻ വിച്ച് ഗുഡ് ക്വാളിറ്റി ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽസ് വിച്ച് ക്യാൻ വിത്ത്സ്റ്റാൻഡ് ഹൈ ടെമ്പറേച്ചർ റൈസ് can have a high value of AC. ഇപ്പോൾ ഉയർന്ന ടെമ്പറേച്ചർ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ വലിയ AC വാല്യൂ ഉപയോഗിക്കാം. ഇൻ മെഷീൻസ് യൂസിങ് ക്ലാസ് F ഇൻസുലേഷൻ, ക്ലാസ് Y ആണ് ഏറ്റവും താഴ്ന്നത്. പിന്നെ ക്ലാസ് YAEB F എന്ന് പറഞ്ഞാൽ അതിന് ഏറ്റവും മുന്തിയ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ അല്ല, പക്ഷേ ഉയർന്ന താപനില വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നതിൽ ഒരെണ്ണമാണ് എഫ്. ക്ലാസ് F ആണെന്നുണ്ടെങ്കിൽ ഇൻ മെഷീൻസ് യൂസിങ് ക്ലാസ് F ഇൻസുലേഷൻ വിച്ച് ക്യാൻ വിത്ത്സ്റ്റാൻഡ് എ ടെമ്പറേച്ചർ റൈസ് ഓഫ് 155 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. ടെമ്പറേച്ചർ റൈസ് അല്ല, ടെമ്പറേച്ചർ 155 ഡിഗ്രി ടെമ്പറേച്ചറൊക്കെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഇൻസുലേഷൻ ആണ് എന്നുണ്ടെങ്കിൽ the value of AC can be approximately 40% higher than that used in machines designed for Class A. Class A ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ഉപയോഗിച്ചിരിക്കുന്നതിനെ അപേക്ഷിച്ച് 40% ഉയർന്ന ടെമ്പറേച്ചർ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ കഴിവുണ്ട് ഈ ക്ലാസ് എഫിന്. ക്ലാസ് എ ഇൻസുലേഷൻ വിച്ച് ക്യാൻ വിത്ത്സ്റ്റാൻഡ് എ ടെമ്പറേച്ചർ ഓഫ് ഓൺലി 105 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. ക്ലാസ് എക്ക് 105 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ക്ലാസ് Y എന്ന് പറയുമ്പോൾ 90 ഡിഗ്രി. അങ്ങനെ ആ രീതിയിലത് ഏറ്റവും താഴ്ന്ന. ദ ടൈപ്പ് ഓഫ് എൻക്ലോഷർ ആൻഡ് ദ കൂളിംഗ് ടെക്നിക്സ് എംപ്ലോയ്ഡ് ഓൾസോ ഇൻഫ്ലുവൻസ് ദ ചോയ്സ് ഓഫ് AC. അപ്പം ഉയർന്ന പിന്നെ താപനില കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ഇൻസുലേറ്റിംഗ് മെറ്റീരിയലാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഉയർന്ന AC ഉപയോഗിക്കാം. അതോടൊപ്പം തന്നെ ഏറ്റവും അവസാനമായി പറഞ്ഞിരിക്കുന്നത് എൻക്ലോഷർ. ഇപ്പം നല്ല വെൻറ്റിലേഷൻ കൊടുക്കാൻ കഴിവുള്ള എൻക്ലോഷർ
അതിനകത്ത് ഫോഴ്സ്ഡ് വെൻറ്റിലേഷൻ ഉണ്ടാകും. അകത്താണെങ്കിൽ 2 സൈഡിലും ഫാൻ, ഒരു സൈഡ് ഫാൻ, റേഡിയൽ വെൻറ്റിലേറ്റിംഗ് ഡക്റ്റ്, ഇങ്ങനെ കൂളിങ്ങിന് വേണ്ടി പ്രത്യേകം ഉള്ള സ്റ്റെപ്സ് എടുത്തിട്ടുള്ള മെഷീനുകളാണെങ്കിൽ നമുക്ക് കുറച്ച് കൂടിയ വാല്യൂ ഓഫ് എ സി ഉപയോഗിക്കാം. അപ്പം ഈ രണ്ടാമത്തതെന്ന് പറഞ്ഞാൽ സ്പീഡ് ഓഫ് മെഷീൻ. If the speed of the machine is high, then ventilation of the machine is better, and so greater losses can be dissipated. Thus, a higher value of AC can be used in respect to machines having higher speed. നമുക്കറിയാം, ഉയർന്ന സ്പീഡിൽ പിന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്ന, അപ്പം ഡി സി മെഷീൻ എന്ന് പറഞ്ഞാൽ പല സ്പീഡുണ്ട്. 300 RPM കാണാം, 400, 500 ഒക്കെ, അല്ലെങ്കിൽ 1000, 1500 RPM, അല്ലെങ്കിൽ അതിൽ കൂടുതൽ സ്പീഡിൽ ഡിസൈൻ ചെയ്യപ്പെട്ടിരിക്കുന്ന മെഷീനുകളുണ്ടാക്കാം. അപ്പോൾ താരതമ്യേന ഹയർ സ്പീഡാണ് എന്നുണ്ടെങ്കിൽ കൂടുതൽ വേഗത്തിൽ, അപ്പം ശക്തമായി കാറ്റ് അടിച്ച് പുറത്തോട്ട് കളയാൻ പറ്റും. അപ്പോൾ കൂളിംഗ് കൂടുതൽ എഫക്റ്റീവായിരിക്കും, താരതമ്യേന മെച്ചമായിരിക്കും അതിനകത്ത് കൂളിംഗ് എഫക്റ്റീവ്നെസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ഉയർന്ന വാല്യൂ ഓഫ് എ സി, കൂടുതൽ കറണ്ട് അതിനകത്തൂടെ കടത്തിവിടാൻ പറ്റും. അപ്പോൾ എ സി കൂടുതലായിരിക്കും. അപ്പോൾ എ സി കൂട്ടിവെക്കാൻ പറ്റും. അപ്പോൾ അത് കണക്കിലെടുക്കണം. അപ്പോൾ സ്പീഡുണ്ട്, പിന്നെ അതിനകത്ത് വെൻറ്റിലേഷൻ മാർഗ്ഗങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ളതിനൊക്കെ അനുസരിച്ച് എ സി കൂടും, വ്യത്യാസപ്പെടും, കൂടിയ കുറയോ ചെയ്യും. അപ്പോൾ രണ്ടാമത്തെ പോയിൻ്റ് അങ്ങനെ സ്പീഡ്. മൂന്നാമത്തെ പോയിൻ്റ് വോൾട്ടേജ്. ഇൻ ഹൈ വോൾട്ടേജ് മെഷീൻസ്, ഇത് നേരത്തെ പറഞ്ഞിട്ടുള്ള സംഗതിയാണ് ഇൻഡക്ഷൻ മോട്ടറിലും സിംഗ്രണസ് മെഷീനിലും ഒക്കെ. ഇൻ ഹൈ വോൾട്ടേജ് മെഷീൻസ് ലാർജർ സ്പേസ് ഈസ് റിക്വയർഡ് ഫോർ ഇൻസുലേഷൻ ആൻഡ് ദെയർഫോർ only less space for conductors. That is, only a relatively smaller value of AC can be used. ഹൈ വോൾട്ടേജ് മെഷീൻസ് ആണെങ്കിൽ, ഹൈ വോൾട്ടേജ് മെഷീൻസ് എന്ന് പറയുന്നത് നോർമൽ റേറ്റിംഗ് 230 അല്ലെങ്കിൽ 500 വോൾട്ടോ, ഡി സിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്, 220 വോൾട്ടോ. അത് നമുക്ക് 110 വോൾട്ട് ഡി സി ഉണ്ട് പുറത്ത് രാജ്യങ്ങളിൽ. അപ്പോൾ അത് ഹൈ വോൾട്ടേജ് എന്ന് പറയുമ്പോൾ 1 kV ഒക്കെ ഉള്ളത് ഡി സിയിൽ ഉയർന്ന KV ആണ്. 1 kV, 1.5 kV, അങ്ങനെ ഉയർന്ന വോൾട്ടേജ്, അല്ലെങ്കിൽ 600 വോൾട്ട് ഡി സി, ഇതൊക്കെ ഉയർന്ന KV. അപ്പം ഹൈ വോൾട്ടേജ് മെഷീൻസ് ആകുമ്പോൾ ഈ സ്ലോട്ടിൽ വരുന്ന ഇൻസുലേഷൻ ഞാൻ നേരത്തെ വരച്ച് കാണിച്ചിട്ടുള്ള സ്ലോട്ടിൽ ഇൻസുലേഷൻ വെക്കണം. അപ്പം ഹൈ വോൾട്ടേജ് ആകുമ്പോഴത്തേക്ക് അത് കോറിൽ നിന്ന് ഈ വൈൻഡിങ്ങിനെ നല്ല രീതിയിൽ ഇൻസുലേറ്റ് ചെയ്യണം. അപ്പോൾ ഹൈ വോൾട്ടേജ് മെഷീൻ ആകുമ്പോഴത്തേക്ക് കൂടുതൽ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യണം, ഇൻസുലേഷൻ്റെ തിക്നെസ് കൂടുതലായിരിക്കണം. അപ്പം അതുകൊണ്ടാണ് ഇൻ ഹൈ വോൾട്ടേജ് മെഷീൻ ലാർജർ സ്പേസ് ഇസ് റിക്വയർഡ് ഫോർ ഇൻസുലേഷൻ ആൻഡ് ദെയർഫോർ only lesser space is available for conductors. ഇൻസുലേഷന് കണ്ടക്ടറിന് ചുറ്റും ഇൻസുലേഷൻ കൊടുക്കണം. കൂടാതെ ഈ വൈൻഡിങ് സ്ലോട്ട് വെച്ചതിന് ശേഷം വെക്കുന്നതിന് മുന്നേ സ്ലോട്ട് ഇൻസുലേറ്റ് ചെയ്യണം. അപ്പോൾ അത് വോൾട്ടേജ് കൂടുതലാകുമ്പോൾ മെച്ചപ്പെട്ട രീതിയിലുള്ള മാർഗ്ഗങ്ങൾ അവലംബിക്കേണ്ടി വരും. അപ്പോൾ പിന്നെ നമുക്ക് കണ്ടക്ടർ വെക്കുന്നതിന് ചുരുങ്ങിയ സ്ഥലമേ കിട്ടുള്ളൂ. കണ്ടക്ടറിൻ്റെ ഏരിയ കുറവാണെങ്കിൽ എ സിയും കുറവാക്കിയേ പറ്റുള്ളൂ. ഏരിയ കൂടുന്നതിനനുസരിച്ച് കൂടുതൽ കറണ്ട് അതിനകത്തൂടെ പോകാൻ പറ്റും. അപ്പോൾ കണ്ടക്ടർ ഏരിയ കുറയ്ക്കേണ്ടി വരും. കണ്ടക്ടർ ഏരിയ കുറയ്ക്കുമ്പോൾ വരുമ്പോൾ എ സി കുറയണം. ഇപ്പോൾ താരതമ്യേന കുറഞ്ഞ വാല്യൂ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇൻ ദ കേസ് ഓഫ് ഹൈ വോൾട്ടേജ് മെഷീൻസ് റിലേറ്റീവ്ലി സ്മോളർ വാല്യൂ ഓഫ് എ സി ക്യാൻ ഓൺലി ബി പ്രൊവൈഡഡ്. നാലാമത്തെന്ന് പറഞ്ഞാൽ സൈസ് ഓഫ് മെഷീനാണ്. സൈസ് ഓഫ് മെഷീൻ. ദ സ്ലോട്ട് ഏരിയ അവൈലബിൾ ടു അക്കോമഡേറ്റ് conductors is proportional to d square. d സ്ക്വയറിന് പ്രൊപ്പോർഷനലാണ്. ഇതിൻ്റെ ഇപ്പോൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ വരച്ച് കാണിച്ച ഒരു പിക്ചറാണ്. ഇത് ഡയമീറ്റർ കൂടുതലാണെന്നുണ്ടെങ്കിൽ ആർമേച്ചറിൻ്റെ ഡയമീറ്റർ, ഡി സി മെഷീൻ എടുക്കുന്നത്, ആർമേച്ചറിൻ്റെ ഡയമീറ്റർ കൂടുതലാണെങ്കിൽ നമുക്കിവിടെ കൂടുതൽ ഏരിയ കിട്ടും സ്ലോട്ടിനും. ഈ ഡയമീറ്റർ ഇതിൻ്റെ ഏരിയ ഈ ഏരിയയ്ക്ക് പ്രൊപ്പോർഷണലാണല്ലോ. അപ്പോൾ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സർക്കുലർ ഏരിയ ഇറ്റ് ഈസ് πd² / 4. πd² / 4 ആണല്ലോ. അപ്പോൾ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു d².
the area available for the slots. Area available for the slot is approximately roughly, വേറെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട് അതിനകത്ത്, ഈസ് പ്രൊപ്പോർഷണൽ ടു ഡി സ്ക്വയർ. ഹെൻസ് ഇൻ ദ കേസ് ഓഫ് ലാർജ് സൈസ്ഡ് മെഷീൻസ്, ഇപ്പോൾ വലിയ മെഷീനുകളിൽ മോർ ഏരിയ ഈസ് അവൈലബിൾ ടു പ്രൊവൈഡ് ദി കണ്ടക്ടേഴ്സ്, സ്ലോട്ട് ഏരിയ കൂടുതൽ കണ്ടക്ടേഴ്സ്, ഓർ ഗ്രേറ്റർ ദ ഡയമീറ്റർ ഓഫ് ദ മെഷീൻ ഗ്രേറ്റർ ഇസ് ദ വാല്യൂ ഓഫ് എ സി. അപ്പോൾ ഡയമീറ്റർ കൂടുതലാണെന്നുണ്ടെങ്കിൽ കൂടുതൽ എ സി വാല്യൂ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഡയമീറ്റർ കൂടിയ മെഷീനുകളിൽ വലിയ വാല്യൂ ഉപയോഗിക്കാൻ നോക്കും. ബട്ട് സ്പെസിഫിക് ഇലക്ട്രിക് ലോഡിംഗ് ഈസ് നോട്ട് പ്രൊപ്പോർഷണൽ ടു ഡി സ്ക്വയർ സിൻസ് ദ സ്ലോട്ട് ഡെപ്ത് കനോട്ട് ബി increased beyond a certain value. അപ്പോൾ ഇവിടെ നമുക്ക് അങ്ങനെ ആ ഒരു രീതിയിൽ പരിധിയില്ലാതെ പ്രൊപ്പോർഷണലായിട്ട് നമുക്ക് കൂട്ടാൻ പറ്റില്ല. കാരണം ഇത് ഈ ഏരിയ കൂട്ടണമെങ്കിൽ ഡെപ്ത് കൂട്ടണം. ഡെപ്ത് കൂട്ടുമ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക, ഈ സ്ലോട്ടിൻ്റെ ഡെപ്ത് കൂട്ടുമ്പോഴത്തേക്ക് ഈ ടൂത്തിൻ്റെ അടിഭാഗത്തുള്ള ഈ വിഡ്ത്ത് കുറയും. ഈ വിഡ്ത്ത് അങ്ങനെ കുറയ്ക്കാൻ പറ്റത്തില്ല. രണ്ട് കാര്യങ്ങളുണ്ട്. ഇത് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ബോഡിയാണ്. അപ്പോൾ ഇത് വൈൻഡിങ്, ഹെവി ആയിട്ടുള്ള വൈൻഡിങ് ആണ് ഈ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഇത് തീരെ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഇവിടെ ഇളക്കം തട്ടും, ഇത് ക്രാക്സ് വീഴാൻ സാധ്യതയുണ്ട്. സോ ഫ്രം മെക്കാനിക്കൽ കൺസിഡറേഷൻസ്, ഫ്രം മെക്കാനിക്കൽ പോയിന്റ് ഓഫ് വ്യൂ, ദി വിഡ്ത്ത് ഓഫ് ദി റൂട്ട് പോർഷൻ ഓഫ് ദ ടൂത്ത് കനോട്ട് ബി ദാറ്റ് മച്ച് റെഡ്യൂസ്ഡ്. അതിനൊരു ലിമിറ്റുണ്ട്. കൂടാതെ അതിൻ്റെ ഒരു ഇലക്ട്രിക്കൽ പോയിൻ്റ് ഓഫ് വ്യൂ, ഇത് ഈ വിഡ്ത്ത് കുറയുമ്പോൾ ഫ്ലക്സ് ഡെൻസിറ്റി, ഈ പോർഷനിലെ ഫ്ലക്സ് ഡെൻസിറ്റി വളരെ കൂടും. വിഡ്ത്ത് കുറയുമ്പോൾ ഏരിയ കുറയും, അങ്ങനെ ഫ്ലക്സ് ഡെൻസിറ്റി അങ്ങ് കൂടും, സാച്ചുറേഷൻ ഫ്ലക്സ് ഡെൻസിറ്റി. അതാണല്ലോ നമ്മൾ ഈ സ്ലോട്ടിൻ്റെ ഡയമെൻഷൻ നമ്മൾ എടുക്കുമ്പോൾ ഒരു പ്രോബ്ലം ഞാൻ ചെയ്ത് കാണിച്ചായിരുന്നല്ലോ. നിങ്ങൾ അസൈൻമെൻറ്റായിട്ട് ചെയ്ത പ്രോബ്ലം ഞാൻ പിന്നീട് ചെയ്ത് കാണിച്ചായിരുന്നല്ലോ. അപ്പോൾ ആ ഫ്ലക്സ് ഡെൻസിറ്റി ഹിയർ ഷുഡ് നോട്ട് എക്സീഡ് ദി സാച്ചുറേഷൻ വാല്യൂ. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരുപാട് അങ്ങ് കുറയ്ക്കാനും പറ്റത്തില്ല. ബട്ട് സ്പെസിഫിക് ഇലക്ട്രിക് ലോഡിംഗ് ഈസ് നോട്ട് പ്രൊപ്പോർഷണൽ ടു ഡി സ്ക്വയർ സിൻസ് ദ സ്ലോട്ട് ഡെപ്ത് കനോട്ട് ബി ഇൻക്രീസ്ഡ് ബിയോണ്ട് എ സർട്ടൻ വാല്യൂ. ഇനി അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത് ആർമച്ചർ റിയാക്ഷനാണ്. ആർമച്ചർ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കറിയാം, ഡി സി മെഷീനിൽ ആർമച്ചർ റിയാക്ഷൻ സിംഗണസ് മെഷീനിലുണ്ട്. ആർമച്ചർ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇഫക്റ്റ് ഓഫ് ദി ആർമച്ചർ ഫ്ലക്സ് ഓൺ ദി മെയിൻ ഫ്ലക്സ്. അതാണ് ഇഫക്റ്റ് ഓഫ് ദി ആർമച്ചർ ഫ്ലക്സ്. ഈ ആർമച്ചർ കണ്ടക്ടേഴ്സിൽ കൂടെ കറണ്ട് പോകുമ്പോൾ, ഈ സ്ലോട്ടിൽ വെച്ചിരിക്കുന്ന ആർമച്ചർ കണ്ടക്ടേഴ്സിൽ കൂടെ കറണ്ട് പോകുമ്പോൾ ആർമച്ചർ കണ്ടക്ടേഴ്സ് ഒരു ഫ്ലക്സ് ഉണ്ടാക്കും. ദ ആർമച്ചർ കണ്ടക്ടേഴ്സ് പ്രൊഡ്യൂസ് ഫ്ലക്സ്. നമുക്ക് മെയിൻ ഫ്ലക്സ് ഉണ്ട്. മെയിൻ ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ദ ഫ്ലക്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ പോൾസ്, മെയിൻ പോൾസ്. അതാണ് മെയിൻ ഫ്ലക്സ് എന്ന് പറയുന്നത്. ഞങ്ങളുടെ മെയിൻ പോൾസ് നോക്കിയ കാര്യമുണ്ട്. ഡി സി മെഷീൻ ആകുമ്പോൾ മെയിൻ പോൾസിനിടയ്ക്ക് ഇൻ്റർപോൾസ് ഉണ്ട്. പഠിച്ചിട്ടുണ്ട് നിങ്ങൾ? ഇൻ്റർപോൾസ്, സ്മോൾ പോൾസ് ടു ഇംപ്രൂവ് കമ്മ്യൂട്ടേഷൻ, ടു എലിമിനേറ്റ് സ്പാർക്ക്. ചെറിയ പോൾസ് മെയിൻ പോൾസിനിടയ്ക്ക്. അപ്പോൾ ഫ്ലക്സ് ഉണ്ടാക്കുന്നത്, മെയിൻ ഫ്ലക്സ് എന്ന് പറയുന്നത് ഇതാണ്. The flux produced by this is the main flux because it is upon that flux the induced EMF and hence the electrical power depends. അപ്പോൾ ഇവിടെ ദി ആർമച്ചർ റിയാക്ഷൻ, ഹൈ വാല്യൂ ഓഫ് എ സി റിസൾട്ട്സ് ഇൻ ഹൈ ആർമച്ചർ MMF. കൂടുതൽ കറണ്ട് അതിനകത്തോടെ പോകുമ്പോൾ, ഇനി എ സി കൂടുക എന്ന് പറഞ്ഞാൽ കറണ്ട് കൂടാം, കണ്ടക്ടേഴ്സും കൂടാം. രണ്ടും കൂടുമ്പോഴെന്താ സംഭവിക്കുക? MMF കൂടും, ആർമച്ചർ MMF കൂടും. ആർമച്ചർ MMF ആൻഡ് കോൺസിക്വൻ്റ്ലി ആർമച്ചർ റിയാക്ഷൻ കൂടും. ഹൈ വാല്യൂ ഓഫ് എ സി റിസൾട്ട്സ് ഇൻ ഹൈ ആർമച്ചർ MMF ആൻഡ് കോൺസിക്വൻ്റ് ആർമച്ചർ റിയാക്ഷൻ ഇഫക്ട്സ്. ഇൻ ഓർഡർ ടു പ്രിവെൻറ്റ് ദി വീക്കനിങ് ഓഫ് ഫ്ലക്സ്, വീക്കനിങ് അവിടെ EN എന്ന് പറഞ്ഞാൽ WEAKENING അത് എഴുതിക്കണം. വീക്കനിങ് ഓഫ് ഫ്ലക്സ്. ഇൻ ഓർഡർ ടു പ്രിവെൻറ്റ് ദി വീക്കനിങ് ഓഫ് ഫ്ലക്സ്, മെയിൻ ഫ്ലക്സാണ്, weakening of main flux due to armature reaction, the main field have to be
മെയ്ഡ് സ്ട്രോങ്ങർ. അപ്പോൾ മെയിൻ ഫീൽഡ് സ്ട്രോങ്ങർ ആക്കണം, മെയിൻ ഫ്ലക്സ് സ്ട്രോങ്ങർ ആക്കണം. ദിസ് മീൻസ് ദാറ്റ് ദ ഓവറോൾ കോസ്റ്റ് ഓഫ് കോപ്പർ ഫോർ ദ മെഷീൻ വുഡ് ഗോ അപ്പ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തെ AC കൂട്ടുമ്പോൾ കോസ്റ്റ് കൂടും. രണ്ട് കാര്യങ്ങളല്ല, ആർമച്ചറിൻ്റെ ടേൺസ് കൂടും, അല്ലെങ്കിൽ കണ്ടക്ടേഴ്സ് കൂടും, കോപ്പർ കൂടും. ആർമച്ചർ കൂടുമ്പോഴേ ഫീൽഡ് ഫ്ലക്സ് വീക്കൻ ചെയ്യാതിരിക്കണമെങ്കിൽ നമ്മുടെ ഫീൽഡ് ഫ്ലക്സ് മെയിൻ ഫ്ലക്സും ശക്തിപ്പെടുത്തണം. എപ്പോഴും ആർമച്ചർ ഫ്ലക്സ് ഒപ്പോസ് ചെയ്യാം ഒരു കമ്പോണൻറ്റ്. ഈ ആർമച്ചർ ഫ്ലക്സ് ഒപ്പോസ് ചെയ്യും മെയിൻ ഫ്ലക്സിന്. ഇപ്പോൾ മെയിൻ ഫ്ലക്സിന് കുറവ് വരാതിരിക്കാൻ മെയിൻ ഫ്ലക്സിനെ ശക്തിപ്പെടുത്തണം. മെയിൻ ഫ്ലക്സിനെ എങ്ങനെ ശക്തിപ്പെടുത്തണം? മെയിൻ ഫ്ലക്സിനെ ശക്തിപ്പെടുത്തണമെങ്കിൽ മെയിൻ ഫീൽഡ് വൈൻഡിങ്, ഇതിന് ചുറ്റും വെച്ചിരിക്കുന്ന ആ ഫീൽഡ് വൈൻഡിങ് അത് ശക്തിപ്പെടുത്തണം. അത് ശക്തിപ്പെടുത്തണമെങ്കിൽ അതിൻ്റെ നമ്പർ ഓഫ് ടേൺസ് കൂട്ടണം, MMF ഇതിൻ്റെ കൂട്ടണം. MF കൂട്ടാൻ ഇവിടുത്തെ നമ്പർ ഓഫ് ടേൺസ് ഫീൽഡ് വൈൻഡിങ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് നമ്മൾ കാണിക്കുന്നത്. ഇങ്ങനെ വരും, ഇതേ രീതിയിൽ വരും നമ്പർ ഓഫ് ടേൺസ് ചുറ്റാകെ വരും. അതുപോലെ ഇവിടെയും വരും, ഇങ്ങോട്ട് സൈഡിലും ക്രോസ് സെക്ഷനാണല്ലോ ഇത്. പോൾ ബോഡിക്ക് ചുറ്റുമാണത് നമ്മൾ കൊടുക്കുന്നത് ടേൺസ്. ഇത് ഇങ്ങനെയാണ്. അപ്പോൾ ഒന്നുകിൽ ഈ നമ്പർ ഓഫ് ടേൺസോട് കൂട്ടണം, അല്ലെന്നുണ്ടെങ്കിൽ ഇതിനകത്തോടെ കൂടുതൽ കറണ്ട് കടത്തി വിടണം. ഫീൽഡ് കറണ്ട് കൂടുതൽ കടത്തി വിടണമെങ്കിൽ ഇതിൻ്റെ ഏറിയ ക്രോസ് സെക്ഷൻ കൂട്ടിയെടുക്കണം. ഏത് തന്നെ ആയിരുന്നാലും ഇതിൻ്റെ കോപ്പർ കൂടുമ്പോൾ കോസ്റ്റ് കൂടും. രണ്ട് രീതിയിലും കോസ്റ്റ് കൂടും. ദിസ് മീൻസ് ദാറ്റ് ദ ഓവറോൾ കോസ്റ്റ് ഓഫ് കോപ്പർ ഫോർ ദ മെഷീൻ വുഡ് ഗോ അപ്പ്. കമ്മ്യൂട്ടേഷൻ അടുത്ത ഫാക്ടർ. AC സെലക്ട് ചെയ്യുന്നതിൻ്റെ ഫാക്ടേഴ്സാണ്. വി ഹാവ് AC എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഇലക്ട്രിക് ലോഡിംഗ് എന്ന് പറഞ്ഞാൽ ആംപിയർ കണ്ടക്ടേഴ്സ് പെർ മീറ്റർ. IZ ആണ് ടോട്ടൽ ആംപിയർ കണ്ടക്ടേഴ്സ് ഡിവൈഡഡ് ബൈ πD ആണല്ലോ AC എന്ന് പറയുന്നത്, പെർ മീറ്റർ ആക്കുന്നതിന്. Hence, high value of AC means large number of conductors or small value of D. AC കൂട്ടാനായിട്ട് IZ into Z കൂട്ടുകയോ D കുറയ്ക്കുകയോ ചെയ്യാം. Hence, high value of AC means large number of conductors or small value of D. അങ്ങനെ ഉപയോഗിക്കാം. Large number of conductors means large number of turns per coil. കണ്ടക്ടേഴ്സ് കൂടുമ്പോൾ ഒരു കോയിലുള്ള കണ്ടക്ടേഴ്സ് കൂടും. ഒരു കോയിൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു കോയിൽ പല തവണ ഞാൻ വരച്ച് കാണിച്ചിട്ടുള്ള കോയിൽ ഇങ്ങനെ ഇരിക്കുള്ളൂ. ഒരു കോയിൽ ഇതൊരു ടേൺ. അപ്പോൾ ഒരുപാട് ടേൺ വരുന്നതിന് ഇങ്ങനെ ഒരുപാട് ലാർജ് നമ്പർ ഓഫ് ടേൺസ് പെർ കോയിൽ. ആവശ്യത്തിനുള്ള റിക്കേർഡ് നമ്പർ ഓഫ് ടേൺസ് പ്രൊവൈഡ് ചെയ്തതിന് ശേഷം ഇതിന് നമ്മളെടുക്കും, വീണ്ടും ഇത് ചുറ്റാകെ ഇൻസുലേഷൻ കൊടുക്കും. അങ്ങനെയാണ് നമ്മൾ മെഷീനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നത്. ലാർജ് നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് മീൻസ് ലാർജ് നമ്പർ ഓഫ് ടേൺസ് പെർ കോയിൽ ആൻഡ് ദിസ് ഇൻക്രീസസ് ദ ഇൻഡക്റ്റൻസ് ആൻഡ് ദെയർബൈ ദ റിയാക്റ്റൻസ് വോൾട്ടേജ്. അപ്പോൾ ഈ കോയിൽ ഇൻഡക്റ്റൻസ് കൂടും ടേൺസ് കൂടുമ്പോൾ. അപ്പോൾ AC കൂട്ടുമ്പോൾ ഈ ഒരു പ്രശ്നം വരും. ഈ ഒരു കോയിലുള്ള നമ്പർ ഓഫ് ടേൺസ് കൂടുമ്പോഴോ ഈ റിയാക്റ്റൻസ് വോൾട്ടേജ് എന്ന് പറയുന്ന L/di/dt റിയാക്റ്റൻസ് വോൾട്ടേജ് കമ്മ്യൂട്ടേഷൻ നടക്കുമ്പോൾ ഓരോ കോയിലും ഷോർട്ട് സർക്യൂട്ട് ചെയ്യും. കമ്മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ആർമച്ചറിലുണ്ടാകുന്ന EMFനെ അല്ലെങ്കിൽ കറണ്ടിനെ യൂണി ഡയറക്ഷനിലാക്കുക. അപ്പോൾ യൂണി ഡയറക്ഷനിലാക്കാൻ വേണ്ടി ആ കറണ്ട് റിവേഴ്സ് ചെയ്യും. കറണ്ട് ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് ആദ്യം ഈ കോയിൽ ഷോർട്ട് ചെയ്യുന്ന സമയം കൊണ്ട് ഷോർട്ട് ചെയ്ത് കറണ്ട് റിവേഴ്സ് ചെയ്യണം. അപ്പോൾ പ്ലസ് 20 ആംപിയർ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് മൈനസ് 20 ആംപിയറായിട്ട് മാറണം. ആ ഒരു പോളിൻ്റെ അധീനതയിൽ നിന്നും അടുത്ത പോളിൻ്റെ അധീനതയിൽ വരുമ്പോൾ ഈ കോയിലുള്ള കറണ്ട് +20 നിന്നും -20 അതുപോലെ തിരിച്ചും മാറണം. അപ്പം ഈ പ്രോസസ്സ് ഈ കമ്മ്യൂട്ടേഷന് വിധേയമാകുന്ന കോയിലിലെ കറണ്ട് റിവേഴ്സ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ആ സമയത്ത് ഈ കോയിൽ ഷോർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ഈ കോയിലിലെ കറണ്ടും അങ്ങ് മാറും. കറണ്ട് മാറുമ്പോഴത്തേക്ക് L/di/dt എന്ന് പറയുന്ന വോൾട്ടേജ് I എന്ന് പറയുന്നത്
+20 to -20 ആയിട്ട് മാറും, DA/dt. ആൻഡ് ദ ടൈം റിക്വയർഡ് ഫോർ ദാറ്റ് ചേഞ്ച് അത് വളരെ ഫ്യൂ മില്ലി സെക്കൻഡ്സ് ആയിരിക്കും. ആ കോയിൽ ഇൻഡക്റ്റൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എത്ര മില്ലി ഹെൻറിയാണ് ചാത്ര അല്ലെങ്കിൽ മൈക്രോ ഹെൻറി, ഡിവൈഡ് ബൈ ദ ടൈം റിക്വയർഡ് ഫോർ ദാറ്റ്. അത് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വോൾട്ടേജാണ് റിയാക്റ്റൻസ് വോൾട്ടേജ്. ഈ റിയാക്റ്റൻസ് വോൾട്ടേജ് ഈ കറണ്ട് ചേഞ്ചിനെ ഒപ്പോസ് ചെയ്യും. കറണ്ട് ചേഞ്ചിനെ ഒപ്പോസ് ചെയ്യുമ്പോഴത്തേക്ക് കറണ്ട് 20 ആംപിയറിൽ നിന്ന് -20 ആംപിയറിലോട്ട് പോകുന്നതിന് തടസ്സം നേരിടും. അപ്പം 20 ആംപിയറിൽ നിന്ന് -20 ആംപിയറിലോട്ട് എത്തുന്നതിന് പകരം അതുവല്ലം 15 ആംപിയറിലോട്ടേ പോകുള്ളൂ. അങ്ങനെ ആകുമ്പോൾ ബാലൻസ് 5 ആംപിയർ സ്പാർക്കായിട്ട് പോകുന്നതൊക്കെ നമ്മൾ പഠിച്ചുള്ളതാണ്. അപ്പം അതാണ് കമ്മ്യൂട്ടേഷൻ ശരിയായ രീതിയിൽ നടന്നില്ല എന്നുണ്ടെങ്കിലുള്ള പ്രശ്നം. അപ്പോൾ ഇൻഡക്റ്റൻസ് കൂടുതലാണെങ്കിൽ റിയാക്റ്റൻസ് വോൾട്ടേജ് കൂടും, റിയാക്റ്റൻസ് വോൾട്ടേജ് കൂടുമ്പോൾ കമ്മ്യൂട്ടേഷൻ പ്രശ്നം വരും. സ്മോൾ ഡി റിസൾട്ട്സ് ഇൻ മോർ ഡെപ്ത് ഓഫ് സ്ലോട്ട്സ്. ചെറിയ ഡി ആകുമ്പോഴത്തേക്ക് ഡയമീറ്റർ തീരെ കുറയ്ക്കുകയാണെങ്കിൽ നമ്മൾ സ്ലോട്ടിൻ്റെ ഡെപ്ത് കൂട്ടിക്കൊടുത്തെങ്കിലേ നമുക്ക് കണ്ടക്ടേഴ്സ് എല്ലാം അതിനകത്ത് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ദ ഇൻഡക്റ്റൻസ് ഓഫ് ദ കോയിൽ ലീഡിങ് ടു മോർ റിയാക്റ്റൻസ് വോൾട്ടേജ് which delays current reversal or improper commutation. Hence, a high value of AC worsens the commutation conditions in the machine. അപ്പം AC കൂട്ടിക്കഴിഞ്ഞാൽ കമ്മ്യൂട്ടേഷൻ കണ്ടീഷൻ വേഴ്സും ചെയ്യും, പ്രോപ്പറായിട്ട് കമ്മ്യൂട്ടേഷൻ നടക്കത്തില്ല. സോ ഇഫ് യു ഇൻക്രീസ് ദ വാല്യൂ ഓഫ് AC ഇൻക്രീസ് ചെയ്യാനായിട്ട് ഒന്നിൽ കറണ്ട് കൂട്ടാലേ ഡയമീറ്റർ കുറയ്ക്കാം. ഏത് തന്നെ ആയിരുന്നാലും അത് അവസാനം ഇറ്റ് വിൽ ലീഡ് ടു ഇംപ്രോപ്പർ കമ്മ്യൂട്ടേഷൻ. നേരെ ചൊവ്വേ കമ്മ്യൂട്ടേഷൻ നടക്കാത്ത ഒരു പരിസ്ഥിതി വരും. ഹെൻസ് എ ഹൈ വാല്യൂ ഓഫ് AC വേഴ്സൻസ് ദ കമ്മ്യൂട്ടേഷൻ കണ്ടീഷൻസ് ഇൻ ദി മെഷീൻ. ഹെൻസ് ഫ്രം ദ പോയിൻ്റ് ഓഫ് വ്യൂ ഓഫ് കമ്മ്യൂട്ടേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ അധികം വലിയ വാല്യൂ ഉപയോഗിക്കാൻ പറ്റത്തില്ല. എ സ്മോൾ വാല്യൂ ഓഫ് AC ഈസ് ഡിസൈറബിൾ. അപ്പോൾ ഇതൊക്കെയാണ് ഈ 1 മുതൽ 6 വരെ പറഞ്ഞ കാര്യങ്ങളാണ് AC എത്ര ആയിരിക്കണമെന്ന് നമ്മൾ ഫിക്സ് ചെയ്യുന്നതിന് അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങൾ. അത് പഠിക്കണം. ദ വാല്യൂ ഓഫ് AC യൂഷ്വലി ലൈസ് ബിറ്റ്വീൻ 15,000 to 50,000 ആംപിയർ കണ്ടക്ടേഴ്സ് പെർ മീറ്റർ. സ്പെസിഫിക് ഇലക്ട്രിക് ലോഡിംഗ് എന്ന് പറയുന്നത് DC മെഷീൻ്റെ കാര്യത്തിൽ സാധാരണയായിട്ട് 15,000 മുതൽ 50,000 ആംപിയർ കണ്ടക്ടേഴ്സ് പെർ മീറ്റർ വരും. അപ്പോൾ ഇതിനകത്ത് കൃത്യമായിട്ട് നമ്മൾ 30,000 40,000 എന്ന് ഫിക്സ് ചെയ്യുന്നതിന് അടിസ്ഥാനമാക്കി ചില സംഗതികളുണ്ടാകും. അത് വെച്ചാണ് നമ്മളിത് ഫിക്സ് ചെയ്യുന്നത്. 30,000 40,000 ഒക്കെ ഈ പറയുന്ന ഫാക്ടേഴ്സ് എല്ലാം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പരിഗണിച്ചുകൊണ്ടായിരിക്കും നമ്മൾ AC ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ സാധാരണയായിട്ട് നമ്മുടെ ഡിസൈൻ പ്രോബ്ലത്തിൽ AC തരിക ചെയ്യുന്നത്, അഥവാ AC അസ്യൂം ചെയ്യേണ്ടതാണെങ്കിൽ അതിനകത്ത് ഒരു പ്രോപ്പർ വാല്യൂ ഓഫ് AC അത് 1-2 കാര്യങ്ങളൊക്കെ എഴുതിയതിന് ശേഷം, അപ്പോൾ ഈ കാരണങ്ങളാൽ നമ്മൾ AC ഇത്രയും ഫിക്സ് ചെയ്യുന്നു എന്ന് അസ്യൂം ചെയ്യുന്നത് നമ്മളൊരു റെക്ടാങ്കുലർ ബോക്സിനകത്ത് എഴുതി കാണിക്കുന്ന ഏറ്റവും ഉചിതമായിരിക്കും. അഥവാ അസ്യൂം ചെയ്യേണ്ട ഒരു പരിസ്ഥിതിയാണ് വന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് വ്യക്തമായിട്ട് എഴുതിയിരിക്കണം. അപ്പോൾ AC വിൽ ബി ഇൻ ദ റേഞ്ച് ഓഫ് 15,000 to 50,000 ആംപിയർ കണ്ടക്ടേഴ്സ് പെർ മീറ്റർ ഇൻ റെസ്പെക്ട് ഓഫ് DC മെഷീൻസ്.